അലനുരയുമൊരരുവിയിലൊരു ചെറുമരമഴ നിഴലിൽ വെയിൽ വിരിച്ച് കസവ് തുന്നുമരിയ ചിത്രശലഭം. അലനുരയുമൊരരുവിയിലൊരു ചെറുമരമഴ നിഴലിൽ വെയിൽ വിരിച്ച് കസവ് തുന്നുമരിയ ചിത്രശലഭം. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചായുറങ്ങും. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാറോടു ചേർത്തൊന്നു കൊഞ്ചിച്ചൂടെ എല്ലാരും നിന്നോമൽ ഉല്ലാസത്തിലല്ലേ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ മോരുകറിയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് അരമുറി തേങ്ങയാണ്. ഇനി ആ തേങ്ങയിലേക്ക് 2 കഷ്ണം വെളുത്തുള്ളി, ജീരകം, 3 ചുവന്നുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അരപ്പ്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 3 ചുവന്നുള്ളി അരിഞ്ഞത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ചുവന്നുള്ളി ഇവിടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിവേപ്പില ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടിയുടെ പച്ചക്കുത്തലൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ. ഇനി ആ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഏത്തപ്പഴം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വെന്ത് വരുന്നു. ഇപ്പം നമ്മുടെ തേങ്ങായരപ്പ് നന്നായിട്ട് ചൂടായി അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത്. അപ്പോൾ തീ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ട്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് എന്തോരം കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കറിക്ക് അനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നുള്ളു കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.